3.5 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ നേരത്ത് നാട്ടിലുള്ള വാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും തന്റെ മക്കൾക്കും കത്ത് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും എന്നെ കൂട്ടാൻ വേണ്ടി വരണം. 3.5 കൊല്ലത്തെ വിരഹം നെഞ്ചിലൊളിപ്പിച്ച ഭാര്യ, 4 വയസ്സുള്ള മൂത്ത മകൻ, അതല്ലെങ്കിൽ തന്റെ ആൺകുട്ടി, പിന്നീട് ജനിച്ച തന്റെ മറ്റൊരു മകൻ, വൃദ്ധനായ വാപ്പ, ഉമ്മ, എല്ലാവരും കൂടി പുലർച്ചെ 4 മണിക്ക് തന്നെ കരിപ്പൂർ എയർപോർട്ടിലെത്തി. വിമാനം ലാൻഡ് ചെയ്തപ്പം എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാരനും അടുത്തുള്ള ചെറുപ്പക്കാരനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂർ എത്തിയില്ലേ? ആ എത്തി, അൽഹംദുലില്ലാ എന്നും പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പിന്നിലേക്ക് ചാരിക്കടന്നു. ആ വിമാനത്തിലുള്ള 164 യാത്രക്കാരും പുറത്തേക്കായി. എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ ആ സീറ്റിൽ തന്നെ ചാരിക്കടക്കുന്നു. ആ ചെറുപ്പക്കാരനെ തട്ടിയുണർത്താൻ വന്ന ആ ഫ്ലൈറ്റിലുള്ള ജോലിക്കാര് പിന്നീട് പറയുന്നതും ചെയ്യുന്നതും വെപ്രാളത്തിലാ. ഇതൊന്നും അറിയാതെ പുറത്ത് കാത്തിരിക്കുന്ന വാപ്പാന്റെയും ഭാര്യയുടെയും മുൻപിലേക്ക് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നു. പെട്ടെന്ന് ആരെയോ ഒരു സ്ട്രെച്ചറിൽ കിടത്തി ആ ആംബുലൻസിൽ കയറി സൈറൺ മുടക്കി പരക്കം പായുമ്പോ പോലും ആ പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിരഹത്തിന്റെ സങ്കടം അനുഭവിക്കുന്ന ആ പെണ്ണിന് അറിയില്ല ആ ആംബുലൻസിലുള്ളത് എന്റെ പ്രിയതമനാണെന്ന്. ആ വാപ്പക്കറിയില്ല എന്റെ മകന്റെ അവസാനത്തെ പെടച്ചിലോടെ ആ ആംബുലൻസ്